ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അതിന് കുറച്ചും കൂടി ഇപ്പം നമ്മളിപ്പം മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് കുറച്ചൊരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയാണെങ്കിൽ ഒരു പരിധിവരെ സോൾവ് ചെയ്യും. ഇപ്പം മാനേജ്മെന്റ് നമ്മൾക്ക് കംപ്ലീറ്റ്ലി എതിരാണെങ്കിൽ പിന്നെ നമ്മൾക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്യണം. നമ്മൾ അത് ഫിഗർ ഔട്ട് ചെയ്യണം ആദ്യം. ഇപ്പം മാനേജ്മെന്റും നമ്മൾക്കെതിരാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദുബായിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ നാഷണാലിറ്റീസ് കോമൺ കാണും. കുറെ കുറെ നാഷണാലിറ്റീസ് ആണ് ഉള്ളത് അവിടെ. അതായത് ഒന്ന് മലയാളികൾ, ഇന്ത്യൻസ്, പാകിസ്ഥാനീസ്, ഫിലിപ്പീനോസ്, പിന്നെ ഈജിപ്ഷ്യൻസ്, അറബ്സ് വേറെ. അപ്പോ ചില ജിമ്മുകളിൽ ചിലപ്പോ മാനേജ്മെന്റ് ഇരിക്കുന്നത് ഫിലിപ്പീനോസ് ആയിരിക്കും, ചിലപ്പം പാകിസ്ഥാനീസ് ആയിരിക്കും, ചിലപ്പം ഇന്ത്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഈജിപ്ഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ എംപ്ലോയീസ് കുറച്ച് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറി ആയിരിക്കും. മലയാളി മാനേജ്മെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ ഇന്ത്യൻ എംപ്ലോയീസ് കുറച്ച് കൂടുതലായിരിക്കും, ഫിലിപ്പീനോസ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ വരുമ്പോ പേർപ്പസ്ലി ചില മാനേജേഴ്സ് ഒരു ഫേവറിറ്റിസം കാണിക്കാം. അപ്പോ അറിയാതെ അതിൽ പെട്ടുപോയ വേറൊരു നാഷണാലിറ്റിയോ വേറൊരു ആള് ചിലപ്പം ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെന്ന് പെടുമ്പോൾ, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളോട് വെച്ച് പറയാം. ഞാൻ ഫസ്റ്റ് ഫുൾ ടൈം ആയിട്ട് പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചെന്ന് പെടുന്ന ബ്രാഞ്ചിൽ മാനേജ്മെന്റ് ഫിലിപ്പീനോ, എനിക്ക് എനിക്ക് ചുറ്റുമുള്ള പേഴ്സണൽ ട്രെയിനേഴ്സ് എല്ലാവരും ഫിലിപ്പീനോ എക്സെപ്റ്റ് വൺ, ഒരു കശ്മീരി പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരനും ഞാനും മാത്രമേ ഉള്ളായിരുന്നു ഇന്ത്യൻ. ബാക്കി എല്ലാം ഫിലിപ്പീനോസ്. അതിന്റെ ഒരു ഫേവറിറ്റിസം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ കയറി വരിക എന്ന് പറയുന്നത് ഒന്ന് ലക്ക്, പിന്നെ അത് വേണം, പിന്നെ നമ്മളുടെ ഹാർഡ് വർക്കും വേണം. എനിക്ക് ഫസ്റ്റ് മന്തിൽ നിന്ന് മനസ്സിലായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പം നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് നമ്മളുടെ ക്വാളിറ്റിയാണ്. നമ്മളുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ, നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ബിസിനസ്സിന് തിരിച്ച് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബിസിനസിന്റെ മാനേജ്മെന്റ് നമ്മളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൂവ് ചെയ്തിട്ടും മാനേജ്മെന്റ് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളവിടെ ടൈം വേസ്റ്റ് ചെയ്യണം, നമ്മൾ വേറെ നോക്കി പോയേണ്ടി വരും. ഇപ്പൊ ഞാൻ പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് എടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം സെയിൽസ് കൊണ്ടുവരിക, പേഴ്സണൽ ട്രെയിനിങ് സെല് ചെയ്യുക, നല്ല സർവീസ് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സെയിൽസ് ആണ്. സെയിൽസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല വാല്യൂ ആണ്. സെയിൽസ് കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും ഓക്കെ, ഈ ഒരു എംപ്ലോയിക്ക് കുറച്ചും കൂടി ഒന്ന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രാഞ്ചിനെ നല്ല രീതിയിൽ കാണിക്കാൻ പറ്റും. ഇപ്പം ഓരോരോ ജിമ്മുകൾ പല പല ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരു നല്ല സെറ്റപ്പിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചുകൾ തമ്മിൽ ചെറിയ മത്സരം കാണും, ആരാണ് ഓരോ മന്തിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു എംപ്ലോയി കാരണം നല്ലൊരു ബിസിനസ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കത് അവരുടെ ടീം മീറ്റിംഗ്സിലും അവരുടെ മന്ത്ലി റിവ്യൂസിലൊക്കെ ഈ ബ്രാഞ്ച് നല്ല പെർഫോം ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാനോ ഹാഷിമോ അതിനൊരു കാരണമാവുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഇല്ല, ഇങ്ങനെ ബ്രാഞ്ചസ് ഉള്ള ഒരു ജിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മളെ ഫേവററ്റ് ആക്കുന്ന ഒരു കൂട്ടം മെമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഫ്ലോറിലോട്ട് ഇറങ്ങി നമ്മളുടെ സർവീസ് കൊടുത്ത് നമ്മൾക്ക് മാക്സിമം ഒരു കമ്മ്യൂണിറ്റി പോലെ ബിൽഡ് ചെയ്യാൻ പറ്റുവാണ്. ഇപ്പം ഹാഷിമിന്റെ പേരിൽ ഒരു ജിം അറിയപ്പെടുന്ന ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നാട്ടില് ഒരു ജിം, വൺ ഫിറ്റ് ജിം എന്ന് പറഞ്ഞൊരു ജിം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടതാണ്. ഇപ്പൊ വൺ ഫിറ്റ് ജിമ്മിൽ ഹാഷിം ജോലി ചെയ്യുന്നു. അപ്പോ വൺ ഫിറ്റ് ജിം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് വൺ ഫിറ്റ് ജിമ്മിന്റെ AC റൂമും ട്രെഡ്മില്ലും ക്ലെൻലിനെസ്സും കൊണ്ടായിരുന്നു നേരത്തെ ഹാഷിം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ. ഹാഷിം ജോയിൻ ചെയ്ത് ഒരു മാസം കഴിയുമ്പോൾ, 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി ഹാഷിമിന്റെ ആ ഒരു കണക്ഷൻ കാരണം. അപ്പം കൂടുതലും ആൾക്കാർ പറയാൻ തുടങ്ങിയത് വൺ ഫിറ്റ് ജിമ്മിലെ ഹാഷിം എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഹാഷിമിന്റെ പേരിൽ ആ ജിം അറിയപ്പെടുന്നു, ഹാഷിമിന് ഒരു ബ്രാൻഡിങ് ആവുന്നു, ഹാഷിമിനെ തേടി കസ്റ്റമേഴ്സ് വരുന്നു, ജിമ്മിന്റെ മെമ്പർഷിപ്പ് കൂടുതൽ സെല്ലാവുന്നു. അപ്പം ഒരു വാല്യൂ ക്രിയേറ്റ് ആയി അവിടെ. അപ്പം ഹാഷിമിന്റെ പേരിൽ ഒരു ജിം അറിയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാഷിം പ്രൂവ് ചെയ്ത് ഞാനൊരു അസറ്റ് ആണെന്നുള്ളത്. അങ്ങനെ നമുക്കത് കയറിപ്പോകാൻ പറ്റും. അങ്ങനെയാണ് പല പേഴ്സണൽ ട്രെയിനേഴ്സ് രക്ഷപ്പെടുന്നത്. പല പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ പേരിലാണ് പല ബ്രാഞ്ചസും അറിയപ്പെടുന്നത്, പല കമ്പനീസും അറിയപ്പെടുന്നത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ചാടി വേറെ സ്ഥലത്ത് പോയി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും, ഒരു ക്ലാരിറ്റി കിട്ടാതെ. അങ്ങനെയാണ് നമ്മൾ രക്ഷ